ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് മിഡീവൽ പീരീഡിനെ സംബന്ധിച്ച രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. റിലേറ്റഡ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ആ കാലത്തെ അൺടച്ചബിലിറ്റി, ട്രേഡ്, സ്വരൂപങ്ങൾ എന്ന ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ആദ്യമായി അൺടച്ചബിലിറ്റി അഥവാ അയിത്തത്തെക്കുറിച്ച് പറയാം. കാസ്റ്റിസം ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായി വന്ന ഒരു സിസ്റ്റമാണെങ്കിലും അതിൻ്റെ വളരെ മോശപ്പെട്ട വേർഷനായിരുന്നു കേരളത്തിലേത്. സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ലുനാറ്റിക് അസൈലം എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തത്. മലയാളത്തിൽ ഫേമസ് ആയ കേരളം ഒരു ഭ്രാന്താലയം എന്ന കോട്ട് കേട്ടിരിക്കുമല്ലോ. ലോവർ കാസ്റ്റിന് കാഴ്ചയിൽ പോലുമുള്ള അയിത്തം കേരളത്തിന്റെ പ്രത്യേകതയായിരുന്നു. മേൽജാതിക്കാർ പുറത്തിറങ്ങുമ്പോൾ വരവറിയിക്കാൻ മുന്നിലൊരാൾ ഓടുമായിരുന്നു. നോർത്തിലേതുപോലെ ഇവിടെയും ലോവർ കാസ്റ്റിന് ചില സ്ഥലങ്ങളിൽ പോകാൻ അനുവാദമില്ലായിരുന്നു. അത് മാത്രമല്ല, അവർ അപ്പർ കാസ്റ്റിൽ നിന്നും കീപ്പ് ചെയ്യേണ്ട സോഷ്യൽ ഡിസ്റ്റൻസ്, അപ്പർ കാസ്റ്റിന്റെ പ്രസൻസിൽ ആണായാലും പെണ്ണായാലും മാറുമറയ്ക്കാൻ പാടില്ല തുടങ്ങിയ രീതികളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഡ്രസ് വളരെ സിമ്പിൾ ആയിരുന്നു. മുണ്ടും മേൽമുണ്ടും. ഏത് കാസ്റ്റ് സബ് കാസ്റ്റ് എന്നതനുസരിച്ച് മുണ്ടിന്റെ ഇറക്കത്തിനും വ്യത്യാസമുണ്ടായിരുന്നു. കേരളത്തിൽ മലയാളി ബ്രാഹ്മണരും തുളുനാട്, തമിഴ്നാട് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള പരദേശി ബ്രാഹ്മണരും ഉണ്ടായിരുന്നു. 4 കാസ്റ്റ് സിസ്റ്റത്തിലെ ഫസ്റ്റ് ടൈപ്പ്. ഇനി സെക്കൻഡ് കാസ്റ്റ്, ക്ഷത്രിയർ. നാട്ടുരാജാക്കന്മാർ അഥവാ നാടുവാഴികൾ തൊട്ട് മേലോട്ടുള്ളവരും അവരുടെ കുടുംബക്കാരും. തേർഡ് കാസ്റ്റ്, അത് ഹിന്ദുക്കൾക്കിടയിൽ വൈശ്യർ എന്ന വിഭാഗം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കച്ചവടം ഏതാണ്ട് മുഴുവനായും അന്യമതക്കാരായിരുന്നു ചെയ്തിരുന്നത്. ഇനി ഫോർത്ത് കാസ്റ്റ്, ശൂദ്രന്മാർ. അവർ ഒരു വലിയ വിഭാഗമായിരുന്നു. ജോബ് ബേസ്ഡ് ആയിട്ട് ഒട്ടേറെ സബ് കാസ്റ്റുകൾ ഉള്ള മൾട്ടി ലെയേർഡ് സൊസൈറ്റൽ സ്ട്രാറ്റിഫിക്കേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. കേരളത്തിലെ ട്രേഡിന്റെ ചരിത്രം നോക്കിയാൽ സംഘകാലം മുതൽ ഇവിടെ ഫോറിൻ ട്രേഡ് ഉണ്ടായിരുന്നു. റോം, ഈജിപ്റ്റ്, അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊടുങ്ങല്ലൂരിലെ മുസൈറിസ് എന്ന് പിന്നീട് അറിയപ്പെട്ട മുയിരിക്കോട് എന്ന അന്നത്തെ ഫേമസ് പോർട്ടിൽ വന്ന് കച്ചവടക്കാർ ട്രേഡ് ചെയ്യുമായിരുന്നു. പെരിയാറിൽ നിന്നുള്ള മുത്ത് അഥവാ പേൾ, കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന കുരുമുളക് അഥവാ പെപ്പർ, മരതകം അതായത് എമറോൾഡ് പോലുള്ള ജെംസ് തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട എക്സ്പോർട്സ്. പേൾ, ജെംസ് എന്നിവ പയ്യെ ഇവിടെ നിന്നും ഇല്ലാതെയായി. പിന്നീട് കൊളോണിയൽ കാലത്ത് മുന്നിൽ നിന്നത് പെപ്പർ, ഏലം മുതലായ സ്പൈസസിന്റെ ട്രേഡ് ആയിരുന്നു. മിഡീവൽ പീരീഡിൽ സൊസൈറ്റി അഗ്രേറിയനായി മാറിയപ്പോൾ ട്രേഡ് വർദ്ധിക്കുകയും മണിഗ്രാമം എന്ന പേരിൽ വളരെ സ്ട്രോങ് ആയ ഒരു ട്രേഡിംഗ് ഗിൽഡിന്റെ പ്രസൻസ് കേരളത്തിലുടനീളം ഉണ്ടായി വരികയും ചെയ്തു. ഈ കാലത്ത് പ്രോമിനന്റ് ആയി ഉയർന്നു വന്ന മറ്റൊരു ട്രേഡ് ഹബ് ആയിരുന്നു കൊല്ലം. ഇനി സ്വരൂപങ്ങളെക്കുറിച്ച് പറയാം. ആദ്യമായി ഹിസ്റ്റോറിക്കലി ഇനാക്യുറേറ്റ് ആണെങ്കിലും സ്വരൂപങ്ങളെക്കുറിച്ച് ഇടക്കാലത്ത് ഉയർന്നു വന്ന ഒരു തിയറി പറയാം. 1878 പബ്ലിഷ് ചെയ്ത പി ശങ്കുണ്ണി മേനോന്റെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ഏർലിയസ്റ്റ് ടൈംസ് പ്രകാരം സ്വരൂപങ്ങളുടെ കാലഘട്ടം 4th to 8th സെഞ്ചുറി AD അഥവാ ലേറ്റ് സംഘകാലത്താണ്. അതുപ്രകാരം വേണാട്, തിരുവിതാംകോട്, തൃപ്പാപ്പൂർ, ചിറവൈ, ദേശിനങ്ങാട് അഥവാ ദേശിങ്ങനാട് എന്നിവയായിരുന്നു ആ സ്വരൂപങ്ങൾ. ഹിസ്റ്റോറിയൻ ആയിരുന്ന ശ്രീധര മേനോന്റെ അഭിപ്രായ പ്രകാരം വേണാട് സ്വരൂപം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിന് ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റസ് ലഭിച്ചത് 12th സെഞ്ചുറിയിലാണ്. 12th സെഞ്ചുറിയിൽ ആയി രാജ്യവംശത്തിന്റെ 2 ബ്രാഞ്ചസ്, ഒന്ന് തിരുവിതാംകോട് ക്യാപിറ്റൽ ആക്കി തൃപ്പാപ്പൂർ സ്വരൂപമായി. മറ്റൊരു കുടുംബം ചിറവായിലും ഉണ്ടായിരുന്നു എന്ന് മാത്രം. ദേശിങ്ങനാട് ഉണ്ടായിരുന്നത് വേണാട് സ്വരൂപത്തിന്റെ ഒരു ബ്രാഞ്ച് ആയിരുന്നു. മിഡീവൽ പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയി ഉയർന്നു വന്ന സ്വരൂപങ്ങളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരളത്തിന്റെ സൗത്തിലെ വേണാട് സ്വരൂപം, കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട്ടെ സാമൂതിരിമാരുടെ നെടിയിരിപ്പ് സ്വരൂപം, പിന്നീട് കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടുന്ന കോലത്തിരിമാരുടെ കോലത്തുനാട് സ്വരൂപം എന്നിവ. കോലത്തിരിമാർ പഴയ ഏഴിമലയിലെ മൂഷക ഡൈനാസ്റ്റിയുടെ ഫാമിലി ആണെന്നാണ് പറയപ്പെടുന്നത്. ഇടയിൽ ചെറിയ നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ സ്വരൂപങ്ങളുടെ ഹിസ്റ്ററി പറയണമെങ്കിൽ യൂറോപ്യൻ കോളനൈസേഷൻ കൂടെ പറയാതെ കഴിയില്ല. സോ ഓരോ സ്വരൂപവും ഗ്രാജുവൽ കോളനൈസേഷൻ ഓഫ് കേരളവും ഇനി മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. വിത്ത് ദാറ്റ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ എത്തുന്നു. Please comment your opinions, like my video if you found it helpful, and subscribe and click on the bell icon for more of my videos. Thank you.